2006 മരിച്ച ഒരു കൗമാരക്കാരൻ്റെ ശരീരം, എന്നാൽ അത് പൂർണ്ണമായി സംരക്ഷിക്കപ്പെട്ട നിലയിൽ കാണപ്പെടുന്നു. ഒരു കത്തോലിക്ക വിശുദ്ധൻ്റെ അഴുകാതിരിക്കുന്ന ശരീരത്തിൻ്റെ ഏറ്റവും പുതിയ സംഭവമാണോ ഇത്? ലോകമെമ്പാടുമുള്ള ദേവാലയങ്ങളിലും പ്രാർത്ഥനാ ഗ്രൂപ്പുകളിലും കത്തോലിക്ക മാധ്യമങ്ങളിലും ജീൻസും ഷൂസും ധരിച്ച് ഗ്ലാസ് കബറിടത്തിൽ കിടക്കുന്ന ഒരു യുവാവിൻ്റെ ചിത്രങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു. അവൻ്റെ പേര് കാർലോ അക്യൂട്ടീസ്. 2025 സെപ്റ്റംബർ 7 കത്തോലിക്ക സഭ അവനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. കാർലോ 2006 മരിച്ച ഈ കൗമാരക്കാരൻ എന്തുകൊണ്ട് വിശുദ്ധരുടെ കൂട്ടത്തിൽ ചേർക്കപ്പെടുന്നു? കാർലോ അക്യൂട്ടീസ് 1991 ഇംഗ്ലണ്ടിലെ ലണ്ടനിൽ ജനിച്ചു. കാലിക കാലത്തെ ഒരു ബാലൻ. ഫുട്ബോൾ കളിക്കാനും വീഡിയോ ഗെയിംസ് കളിക്കാനും സാങ്കേതിക വിദ്യ ആസ്വദിക്കുവാനും ഇഷ്ടപ്പെട്ട ഒരാൾ. എന്നാൽ സാധാരണമായ ആ ജീവിതത്തിന് പിറകിൽ ഒരു അസാധാരണ സത്യവും ഉണ്ടായിരുന്നു. ചെറുപ്പം മുതൽ തന്നെ കാർലോ തൻ്റെ വിശ്വാസത്തോടുള്ള അസാധാരണമായ സമർപ്പണം പ്രകടിപ്പിച്ചു. അവൻ ദിവസേന പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തു, ജപമാല ചൊല്ലി, ദിവ്യകാരുണ്യ ആരാധനയിൽ മണിക്കൂറുകൾ ചെലവഴിച്ചു. 11-ാം വയസ്സിൽ തന്നെ ലോകമെമ്പാടുമുള്ള ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ സമാഹരിച്ച് ഒരു വെബ്സൈറ്റ് നിർമ്മിച്ചു. കമ്പ്യൂട്ടറിനോടുള്ള തൻ്റെ താല്പര്യം വ്യർത്ഥമായല്ല, യേശുവിനെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്താനായി അവൻ ഉപയോഗിച്ചു. എന്നാൽ 15-ാം വയസ്സിൽ ഒരു ദുരന്തം സംഭവിച്ചു. കാർലോയ്ക്ക് അക്യൂട്ട് ലുക്കീമിയ എന്ന വളരെ ഭീകരമായ ക്യാൻസറിൻ്റെ ഒരു രൂപം കണ്ടെത്തി. അവൻ്റെ പ്രായത്തിലുള്ള പലരും വ്യസനത്തിലേക്ക് മുങ്ങിപ്പോകും. ചിലർ കടുപ്പമായിരിക്കും, മറ്റു ചിലർ വിഷാദത്തിലേക്ക് പിന്മാറും. പക്ഷേ കാർലോ വ്യത്യസ്തമായൊരു കാര്യമാണ് ചെയ്തത്. അവൻ്റെ വിശ്വാസത്തിൻ്റെ ആഴം വെളിപ്പെടുത്തുന്ന ഒരു തിരഞ്ഞെടുപ്പ്. തനിക്ക് രോഗം പിടിപെട്ടെന്നറിഞ്ഞപ്പോൾ അവൻ പരാതിപ്പെട്ടില്ല, ദൈവത്തോട് കോപിച്ചില്ല, എന്തുകൊണ്ട് ഞാൻ എന്ന് ചോദിച്ചില്ല. തൻ്റെ സഹനങ്ങളെ ദൈവത്തിന് അർപ്പിക്കാനാണ് അവൻ തീരുമാനിച്ചത്. കത്തോലിക്ക പഠനങ്ങളിൽ ഇത് വിമോചന സഹനം അഥവാ റിഡംപ്റ്റീവ് സഫറിംഗ് എന്ന് വിളിക്കുന്നു. മനുഷ്യൻ്റെ സഹനങ്ങൾ ക്രിസ്തുവിൻ്റെ സഹനങ്ങളോട് ചേർന്ന് പ്രാർത്ഥനയായി മാറും. അത് സഭയ്ക്കും ലോകത്തിനും മറ്റുള്ളവർക്കുമായി സമർപ്പിക്കാമെന്നതാണ്. കാർലോ ഇത് മനസ്സിലാക്കി. ഒരു ബാലൻ്റെ നിരപരാധിത്വത്തോടും ഒരു വിശുദ്ധന് ധൈര്യത്തോടും കൂടി അവൻ പറഞ്ഞു, ഞാൻ അനുഭവിക്കേണ്ട എല്ലാ സഹനങ്ങളും കർത്താവിനും പാപ്പയ്ക്കും സഭയ്ക്കും സമർപ്പിക്കുന്നു. അവൻ്റെ ആശുപത്രി കിടക്ക ഒരു യാഗപീഠമായി, അവൻ്റെ വേദന ഒരു പ്രാർത്ഥനയായി, അവൻ്റെ ചെറിയ ജീവിതം ഒരു യാഗമായി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം 2006 ഒക്ടോബർ 12 കാർലോ അക്യൂട്ടീസ് മരണപ്പെട്ടു. 2019 13 വർഷങ്ങൾക്ക് ശേഷം അവൻ്റെ കല്ലറ തുറന്നപ്പോൾ പുണ്യാത്മാക്കളായ തീർത്ഥാടകർ ആശ്ചര്യപ്പെട്ടു. അവൻ്റെ ശരീരം സംരക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടു. ഷൂസും സ്വെറ്റ്ഷർട്ടും ധരിച്ച് ശാന്തമായി കിടക്കുന്ന കാർലോയുടെ ചിത്രങ്ങൾ ലോകമെമ്പാടും പ്രചരിച്ചു. ഇത് മറ്റൊരു അഴുകാത്ത വിശുദ്ധൻ്റെ ശരീരമായിരുന്നു. സഭയുടെ മറുപടി വ്യക്തമായിരുന്നു, ഇല്ല. അവൻ്റെ ശരീരം മറ്റുള്ളവരുടെ പോലെ തന്നെ സ്വാഭാവികമായി അഴുകിയിരുന്നു. സഭ വ്യക്തമാക്കിയത് അവൻ്റെ ശരീരം സംരക്ഷണത്തിനായി പുനഃസ്ഥാപിക്കപ്പെട്ടതാണെന്നാണ്. അതുകൊണ്ട് ബെർണഡെറ്റ് പോലുള്ള അഴുകാത്ത വിശുദ്ധരുടെ കേസുമായി ഇത് ഒരുപോലെയല്ല. എന്നാൽ കാർലോയ്ക്ക് അഴുകാത്ത ശരീരത്തിൻ്റെ ആവശ്യമില്ലായിരുന്നു. അവൻ്റെ വിശുദ്ധത അതിലും ഉയർന്നതാണ്. ഫുട്ബോളിനും വീഡിയോ ഗെയിംസിനും ഇൻ്റർനെറ്റിനും ഇഷ്ടമുള്ള ഒരു കൗമാരക്കാരൻ പോലും ഇന്നത്തെ കാലത്ത് വിശുദ്ധനായിരിക്കാം എന്ന് കാർലോ തെളിയിച്ചു. അവൻ ദിവ്യകാരുണ്യത്തിൻ്റെ സൈബർ അപ്പസ്തോലനായി തീർന്നു. സാങ്കേതിക വിദ്യയെ വിനോദത്തിനല്ല, മറ്റുള്ളവരെ ക്രിസ്തുവിലേക്ക് നയിക്കാനായി ഉപയോഗിച്ചു. അവൻ്റെ വിശ്വാസം അത്രയ്ക്ക് ആഴമേറിയതായിരുന്നു. അവൻ പറഞ്ഞിരുന്നു, ദിവ്യകാരുണ്യം തന്നെയാണ് എൻ്റെ സ്വർഗത്തിലേക്കുള്ള ഹൈവേ. കാർലോയുടെ പാരമ്പര്യം ശരീരത്തിലല്ല സംരക്ഷിക്കപ്പെട്ടത്, അവൻ്റെ സാക്ഷ്യത്തിലാണ്. ഒരു വിശുദ്ധനെ പ്രഖ്യാപിക്കാനായി സഭയ്ക്ക് അത്ഭുതങ്ങൾ ആവശ്യമാണ്. ആദ്യ അത്ഭുതം ബ്രസീലിൽ നടന്നു. അസാധാരണമായൊരു രോഗം ബാധിച്ച ബാലൻ. അവൻ്റെ അമ്മ കാർലോയോട് പ്രാർത്ഥിച്ചതിന് ശേഷം പൂർണ്ണമായി സുഖപ്പെട്ടു. ഡോക്ടർമാർക്ക് വിശദീകരണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. രണ്ടാമത്തെ അത്ഭുതം കോസ്റ്റാറിക്കയിൽ. ഒരു യുവതി സൈക്കിൾ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ജീവൻ ഏറെക്കുറെ നഷ്ടപ്പെടാനിടയായി കിടക്കുകയായിരുന്നു. അവളുടെ അമ്മ കാർലോയുടെ കല്ലറയിൽ പ്രാർത്ഥിച്ചു. വൈദ്യരുടെ പ്രവചനങ്ങളെ മറികടന്ന് അവൾ പൂർണ്ണമായും സുഖം പ്രാപിച്ചു. 2 അത്ഭുതങ്ങൾ, 2 അടയാളങ്ങൾ, 2 ഉറപ്പുകൾ. കാർലോയുടെ പ്രാർത്ഥനകൾ സ്വർഗത്തിൽ നിന്ന് ഇന്നും മുഴങ്ങുന്നു. 2005 സെപ്റ്റംബർ 7 ലിയോ 14 മാർപ്പാപ്പ കാർലോയെ ഇൻ്റർനെറ്റ് തലമുറയുടെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. എന്നാൽ യഥാർത്ഥ ചോദ്യം ഇതാണ്, ഇന്നത്തെ കാലത്ത് വിശുദ്ധനായിരിക്കാമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? വിശ്വാസവും ഒരു കമ്പ്യൂട്ടറും ദിവ്യകാരുണ്യത്തോടുള്ള സ്നേഹം കൊണ്ട് മാത്രം ഒരു കൗമാരക്കാരന് ലോകത്തെ മാറ്റാമെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കുന്നുവോ? കാർലോ അക്യൂട്ടീസ് ഒരു വിശുദ്ധനാണ്. നിങ്ങളോ? അവൻ്റെ അത്ഭുതങ്ങളിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ?